നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. കെആർ ഗൗരിയമ്മയെ അധിക്ഷേപിച്ചതിന് പി സി ജോർജിന് നിയമസഭയുടെ താക്കീത്. പി സിയെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് നടപടി. വെല്ലുവിളിച്ച് പി സി ഒരു കുന്തം ചെയ്യില്ല. മാണിയുടെ പാർട്ടിയോ എന്നെ ഒരു കുന്തം ചെയ്യത്തില്ല. മദ്യനയം അട്ടിമറിക്കാനുള്ള നീക്കത്തിന് തന്നെ കരുവാക്കിയെന്ന് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ട് അനുവദിക്കാൻ മന്ത്രിസഭാ ശുപാർശ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലപാട് അറിയിക്കും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ലോല മേഖലകളുടെ വില്ലേജ് നമ്പർ കേന്ദ്രത്തിന് നൽകേണ്ടെന്നും തീരുമാനം. 11 ലക്ഷം പാഠപുസ്തകം കൂടി അച്ചടിക്കാൻ ബാക്കിയുണ്ടെന്ന് KBPS. 20-നകം പൂർത്തിയാക്കാമെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പു നൽകി. യുവമോർച്ച പ്രതിഷേധ മാർച്ചിൽ വിവിധ ജില്ലകളിൽ സംഘർഷം. കോന്നി പെൺകുട്ടികളുടെ മരണത്തിൽ IG മനോജ് എബ്രഹാമിനെതിരെ മാതാവ്. കുട്ടികളെ കുറിച്ച് പറഞ്ഞത് കള്ളം, നിലപാട് ദുരൂഹം. തീർച്ചയായിട്ടും ഇതിന്റെ പേര് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. കുട്ടിയൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. മലപ്പുറത്ത് ഭിക്ഷാടന മാഫിയ പിടിയിൽ 24 കുട്ടികളെ രക്ഷപ്പെടുത്തി. ചാമ്പ്യൻസ് ലീഗ് 2020 ടൂർണമെന്റ് നിർത്തലാക്കി. പൊതുജന പിന്തുണയില്ലെന്ന് BCCI വിശദീകരണം. കെആർ ഗൗരിയമ്മയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പി സി ജോർജിനെ നിയമസഭ താക്കീത് ചെയ്തു. എത്തിക്സ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഒരംഗത്തിനെതിരെ നടപടിയെടുക്കുന്നത്. 2013 മാർച്ച് 14-നായിരുന്നു കെആർ ഗൗരിയമ്മ, TV തോമസ്, R ബാലകൃഷ്ണപിള്ള, KB ഗണേഷ് കുമാർ എന്നിവർക്കെതിരെ PC ജോർജ് നടത്തിയ അപകീർത്തികരമായ സംഭാഷണങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഒരു നിയമസഭാ അംഗമെന്ന നിലയിൽ PC ജോർജ് നടത്തിയത് മാന്യമായ പ്രതികരണമല്ലെന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ PC ജോർജിനെ താക്കീത് ചെയ്യണമെന്നും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ശുപാർശ ചെയ്തു. കമ്മിറ്റിയുടെ ശുപാർശയോട് യോജിക്കുന്നതായുള്ള പ്രമേയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഭയിൽ അവതരിപ്പിച്ചു. പ്രിവിലേജസ്, എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതിയുടെ 3ാമത് റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള ശുപാർശകളോട് സഭ യോജിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് ശബ്ദവോട്ടോടുകൂടി പ്രമേയം നിയമസഭ പാസാക്കി. നിയമസഭാ അംഗമെന്ന ബഹുമാന്യമായ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രീ PC ജോർജിനെ താക്കീത് ചെയ്യുന്നു. നിയമസഭയുടെ നടപടി ആദരവോടുകൂടി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ PC ഇതിന്റെ പേരിൽ ആരാണ് അപഹാസ്യരാകുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും കൂട്ടിച്ചേർത്തു. വീട്ടിലിരുന്ന് ഞാൻ സംസാരിച്ചതിന്, അത് എന്നെപ്പറ്റി ശുദ്ധവൃത്തികേട് പറഞ്ഞതിന് ഞാൻ സംസാരിച്ചു എന്നെ താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകാൻ പോകുന്നത് ആരെന്നുള്ളതിലാണ് എൻ്റെ ദുഃഖം. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ TN പ്രതാപൻ, MLA, അഡ്വക്കേറ്റ് ജയശങ്കർ, ആന്റണി രാജു, PC ജോർജ്, NK ജയകുമാർ, മുൻ നിയമസഭാ സെക്രട്ടറി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ TN പ്രതാപൻ, എന്തുകൊണ്ടാണ് PC ജോർജിന് താക്കീത് ഏറ്റുവാങ്ങേണ്ടി വന്നത്? നമ്മൾ നിയമസഭാ അംഗങ്ങളായാലും പഞ്ചായത്ത് മെമ്പർമാരായാലും പൊതുപ്രവർത്തകന്മാരായാലും നമ്മൾ ഒരാരെക്കുറിച്ച് പറയുമ്പോഴും പാലിക്കപ്പെടേണ്ട ചില ബഹുമാനങ്ങളുണ്ട്. നമുക്ക് എത്ര വിയോജിപ്പുള്ള ആളോടും നമുക്ക് വിയോജിപ്പുകൾ പറയാം. ആ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാതെ, ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാതെ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുക എന്നുള്ളതാണ് പൊതു സമൂഹത്തിൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു മാതൃക. ആ കാര്യത്തിൽ ബഹുമാനനായ നിയമസഭാ അംഗം ശ്രീ PC ജോർജ്, ഗൗരിയമ്മയെ പോലെയുള്ള വളരെ മുതിർന്ന ഒരു കേരളം ബഹുമാനിക്കുന്ന അവരുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ അവരെയൊക്കെ കേരളത്തിലെ സമൂഹം പൊതുവായി ബഹുമാനിക്കുന്നതാണ്. അവരെ പോലെയുള്ള ആളുകളെയൊക്കെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അത് ഒരു കാരണവശാലും നമുക്ക് ആർക്കും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് PC ജോർജിന് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി എത്തിക്സ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ശുപാർശ നൽകുകയും മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം കൊണ്ടുവരികയും സ്പീക്കർ ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്യുന്ന സാഹചര്യം നിയമസഭയിൽ ഉണ്ടായതും നിയമസഭ ഐക്യകണ്ഠേന സ്വീകരിക്കുന്ന സമീപനവും ഉണ്ടായതും ഇത് ഞങ്ങളെപ്പോലെയുള്ള എല്ലാ പൊതുപ്രവർത്തകന്മാർക്കും പൊതുസമൂഹത്തിനും ഒരു ചൂണ്ടുപലകയായി കണക്കാക്കണം. നാം എങ്ങനെയാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റം തന്നെയാണ്. ഇന്നലെയാണ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ KK ലതിക എഴുന്നേറ്റപ്പോൾ ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സെൽവരാജ് MLA അസഭ്യ വാക്കുകൾ പറഞ്ഞത്. ഇന്ന് ശ്രീ PC ജോർജ് പറയുകയായിരുന്നു, കഴിഞ്ഞ ദിവസം വർഗീയത പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗങ്ങൾ തമ്മിൽ ആക്രോശിച്ചു എന്ന്. ഇവിടെ നമുക്ക് രേഖകളിൽ കാണാൻ കഴിയുന്നത് PC ജോർജ് അങ്ങനെ പറഞ്ഞതിന്, അതായത് സ്വന്തം വീട്ടിലിരുന്ന്
പറഞ്ഞതൊരു ടെലിവിഷൻ ചാനൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് എത്തിക്സ് കമ്മിറ്റി വിഷയമാക്കിയപ്പോൾ അതിനോട് ഗൗരിയമ്മയ്ക്ക് വേദന ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയുണ്ടായി. എന്നിട്ട് പോലും ഈ നടപടി അംഗീകരിക്കാവുന്നതാണോ? അതായത് നിയമസഭയ്ക്കകത്തിരിക്കുന്നവർക്ക് എന്തും പറയാം, നിയമസഭ അംഗമായ ഒരാൾക്ക് നിയമസഭയുടെ പുറത്തിരിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചാൽ പോലും നടപടി ഉണ്ടാകുമെന്നുള്ളത് അതിൽ വിവേചനമുണ്ടോ? നിയമസഭ അംഗീകരിച്ച പെരുമാറ്റച്ചട്ടം സഭയ്ക്കകത്തുള്ള പെരുമാറ്റത്തിനും പുറത്തുള്ള പെരുമാറ്റത്തിനും ഒരുപോലെ ബാധകമാണ്. അത് നിയമസഭയ്ക്കകത്തുള്ള കാര്യങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ എല്ലാ കാര്യം നടപടിയെടുക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഈ പെരുമാറ്റച്ചട്ടം അക്ഷരാർത്ഥത്തിൽ പാലിക്കണമെങ്കിൽ നിയമസഭയിലെ എല്ലാ അംഗങ്ങൾക്കാരെയും നടപടിയെടുക്കേണ്ടി വരും. അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, ശ്രീ ജോർജ് നടത്തുന്ന പല പരാമർശങ്ങളും അതിൽ കിടന്നവയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും വന്യവയോധികയായ KR ഗൗരിയമ്മയെക്കുറിച്ച് പറഞ്ഞത് ഒരു തരത്തിൽ ന്യായീകരിക്കാവുന്നതല്ല. സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ജോർജിനെതിരെ ഈ സമയത്ത് ഇങ്ങനൊരു നടപടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ സംഗതി വളരെ വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. ഒറ്റപ്പെട്ടതെന്ന് വെച്ചാൽ അദ്ദേഹം ഭരണപക്ഷത്തുമല്ല പ്രതിപക്ഷത്തുമല്ല. അദ്ദേഹം സാങ്കേതികമായി മാത്രം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും UDF-ലും തുടരുന്നു. എന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ ഇല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തും അല്ല വലതുപക്ഷത്തും അല്ലാത്ത ഒരാളെ സ്വാഭാവികമായിട്ടും ക്വാർട്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടായത്. 2 മാസം മുമ്പ് PC ജോർജ് മാണി ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴാണ്, അത് UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ്, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഒരു സ്തുതിഗായകനായിട്ട് തുടരുമ്പോഴാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും നടപടി ഉണ്ടാവില്ല. ഇപ്പോൾ ശെൽവരാജിനെതിരെ ഒരു നടപടി ഉണ്ടാവില്ലല്ലോ. ശെൽവരാജ് പറഞ്ഞ കാര്യങ്ങൾ സഭ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തു. പ്രതാപനെ ഇരിപ്പുണ്ട്. പ്രതാപനെ ന്യായീകരിക്കാൻ പറ്റുമോ? KK ലതികയെ പറ്റിയില്ല, ആരെ പറ്റിയാണെങ്കിലും പറയാൻ പാടുള്ളൂ. ഒരാളെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത് നിയമസഭയ്ക്കകത്ത്. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ഉണ്ടാകുന്നില്ല? ഇതേ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ശെൽവരാജിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ? എന്താ പുറത്താക്കാത്തത്? ശെൽവരാജിനെ എന്നല്ല, വേറെ ഏതെങ്കിലും പാർട്ടിയുടെ MLA പുറത്താക്കുമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA പുറത്താക്കുമോ? ഒരു പാർട്ടിയുടെ MLA പുറത്താക്കുകയില്ല. ഇത് നിയമസഭയ്ക്കകത്തുള്ള പാലിക്കാത്ത ചട്ടങ്ങൾ പുറത്ത് പാലിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഞാനൊരു നിയമസഭാംഗം അല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഇവിടെ TN പ്രതാപൻ മാത്രമാണല്ലോ MLA. ശ്രീ TN പ്രതാപൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിച്ചു, നിയമസഭയ്ക്കകത്ത് കാണിക്കാത്ത എത്തിക്സ് പുറത്ത് കാണിക്കണമെന്ന് നിർബന്ധിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് നികേഷ്, നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ജനപ്രതികൾ കാണിക്കേണ്ട ചില എത്തിക്സ് ഉണ്ട്, ചില സാമാന്യ മര്യാദകളുണ്ട്. ആരെ കുറിച്ചായാലും നമുക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന നമുക്ക് കടച്ചു പറയാനല്ല. ഇന്നലെ തന്നെയാണ് ലതികയ്ക്കെതിരെ ശെൽവരാജ് MLA അസഭ്യ പരാമർശം നടത്തിയത്. ഒരു സഭയിൽ ഇരുന്നുകൊണ്ട് സ്പീക്കർ കാണുകയാണ്. ശെൽവരാജ് MLA KK ലതിക എന്ന വനിതാ MLA-ക്കെതിരെ അസഭ്യ പരാമർശം നടത്തുന്നു. ശരിയാണ്, PC ജോർജിനെതിരെ എത്തിക്സ് കമ്മിറ്റി എടുത്ത നടപടി ഉചിതമായി എന്ന് നമുക്ക് വിലയിരുത്താം. എന്തുകൊണ്ട് ശെൽവരാജിനെ അതിനനുസരിച്ച് നടപടി എടുത്ത് പുറത്താക്കുന്നില്ല? സെൽവരാജ് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ KK ലതികയ്ക്കെതിരെ പരാമർശം പറയാൻ പാടില്ലാത്തൊരു വാചകം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നിയമസഭയിൽ തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ സെൽവരാജ് തന്നെ അത് പിൻവലിച്ചു, ക്ഷമ പറഞ്ഞു. സ്പീക്കർ അത് രേഖയിൽ നിന്ന് നീക്കം ചെയ്തു. ആരും ആ കാര്യത്തിൽ ഒരു ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഭാഗത്തും സെൽവരാജ് ആ തരത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമാനമായ വിധത്തിൽ ഗൗരിയമ്മക്കെതിരായ പരാമർശങ്ങളിൽ PC ജോർജ് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എത്തിക്സ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. PC ജോർജും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ശെൽവരാജും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. PC ജോർജിനെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി? ഇത് രാഷ്ട്രീയ തീരുമാനമായിട്ടാണോ കണക്കാക്കേണ്ടത് നിയമസഭയുടെ ആകെ തന്നെ? നമുക്കറിയാം PC ജോർജ് UDF-ൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ LDF-ലേക്ക് പോകാനുള്ള വഴിയിലാണ്. ആ വഴിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ തങ്ങൾ കൂടി പിന്തുണ നൽകിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും LDF അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ല. ശത്രുപക്ഷത്താണല്ലോ ഇപ്പോൾ UDF. അങ്ങനെ നിയമസഭ ഇതൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തു കളഞ്ഞു എന്ന് വിലയിരുത്തേണ്ടി വരുമോ? അല്ല നികേഷ്, ഇത് നിയമസഭയിൽ LDF-ഉം UDF-ഉം കൂടി ഒരുമിച്ച് ഏകീകരണമെടുത്ത തീരുമാനമാണ്. എത്തിക്സ് കമ്മിറ്റിയിലും ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് എത്തിക്സ് കമ്മിറ്റിയുടെ രേഖകൾ നോക്കിയാൽ മനസ്സിലാകും. എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു പരാതി കിട്ടിയ സ്വാഭാവികമായും അത് പരിശോധിക്കപ്പെടുക എന്നത് എത്തിക്സ് കമ്മിറ്റിയുടെ ഭാഗമാണ്. ആരെക്കുറിച്ചും ഇതിൽ മുമ്പും എത്തിക്സ് കമ്മിറ്റികൾക്ക് പരാതികൾ വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത് ഇത് PC ജോർജിനെ വ്യക്തിപരമായി ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നായി കാണേണ്ട കാര്യം. PC ജോർജ് തന്നെ ഇന്ന് ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതും
നമുക്ക് മറ്റേ മാന്യമായി കണക്കാക്കാം. AK ബാലൻ ഇപ്പോൾ തന്നെ പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതെ ഇതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. PC ജോർജിനെ പിന്തുണയ്ക്കാൻ എത്തിക്സ് കമ്മിറ്റിയിലോ നിയമസഭയിലോ തന്നെ ആരുമില്ലാത്ത സ്ഥിതി. UDF നിന്ന് ഇറങ്ങി വന്ന PC ജോർജിന് LDF എത്താൻ കഴിഞ്ഞിട്ടില്ല, LDFൻ്റെ പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ നിയമസഭകളിലോ പാർലമെൻറ്റിലോ ആദ്യമായി ശാസന ഏറ്റുവാങ്ങുന്ന എത്തിക്സ് കമ്മിറ്റിയുടെ ശാസന ഏറ്റുവാങ്ങുന്ന അംഗമായി മാറേണ്ടി വന്നത് ഈ രാഷ്ട്രീയമായ ഒറ്റപ്പെടൽ കൊണ്ട് മാത്രമാണ്. ഇതിൽ എത്തിക്സ് കമ്മിറ്റിയിൽ 3 അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഒന്ന്, ജോർജിനെ സസ്പെൻഡ് ചെയ്യണം എന്നൊരു അഭിപ്രായം വന്നു. 2, താക്കീത് കൊടുക്കണം എന്നുള്ള അഭിപ്രായം വന്നു. 3, ഒരു ഉപദേശം നൽകിയാൽ മതി. ഈ രൂപത്തിലുള്ള അഭിപ്രായം വന്നു. 3 അഭിപ്രായങ്ങളാണ് വന്നത്. അതിൽ ഉപദേശം നൽകിയാൽ മതി എന്ന് പറഞ്ഞ മോൻസ് ജോസഫും ഉണ്ണിയാടനും മാണി കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ടാണ് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തത്. അവർ സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വന്ന് താക്കീത് കൊടുക്കണം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ദുര്യോഗമല്ലേ? PC ജോർജിനെ പോലെ സാഹസികനായ രാഷ്ട്രീയക്കാരോട് ഇനി അത്തരം സാഹസികതയൊന്നും വേണ്ട. ഒരു കാര്യത്തിൽ PC ജോർജിനോട് ഈ പെണ്ണുപിടിക്കാരുടെയും കള്ളുകൂടിയന്മാരുടെയും കൂടെ അല്ലെങ്കിൽ അഴിമതിക്കാരുടെയും കൂടെ ഞാനില്ല എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരന് കിട്ടുന്ന ഏറ്റവും നല്ല അടിയാണ്. കാരണം എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ്. അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നിയമസഭ താക്കീത് ചെയ്താൽ എന്ത് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇന്നലെ താക്കീത് കിട്ടുന്നതിന് മുമ്പുള്ള PC ജോർജും ഇന്ന് താക്കീത് കിട്ടിയതിന് ശേഷമുള്ള PC ജോർജും ഇനി നാളെ ഉണ്ടാകാൻ പോകുന്ന PC ജോർജ് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് നികേഷ് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഇതിനേക്കാൾ മോശപ്പെട്ട പരാമർശങ്ങൾ ഇനിയും അടുത്ത ദിവസങ്ങളിൽ നടത്തും. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ്. അയോഗ്യനാക്കാൻ അദ്ദേഹം പാർട്ടി അച്ചടക്കം ലംഘിച്ചു. പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ പോരാ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം സ്വമേധയാ ഉപേക്ഷിച്ചു എന്ന രീതിയിൽ തെളിയിക്കാൻ കഴിയണം. അദ്ദേഹം അത് പാർട്ടിയിലെ അംഗത്വം സ്വയം നഷ്ടപ്പെടുത്തി എന്നുള്ളതിന് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചോളം തെളിവ് വേണ്ട. പക്ഷേ നിയമസഭാ സ്പീക്കറെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അദ്ദേഹം ഒന്നുകിൽ പാർട്ടി വിപ്പ് ലംഘിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരണം. ഇത് രണ്ടും ചെയ്തിട്ടില്ല. വേറൊരു പാർട്ടിയിൽ ചേർന്നതിന് പ്രത്യേകിച്ച് തെളിവില്ല, വിപ്പ് ലംഘിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പിന്നെ പാർട്ടി അംഗത്വം സ്വമേധയാ ഉപേക്ഷിച്ചു എന്നുള്ളതിന് ശക്തമായ പ്രബലമായ തെളിവുകൾ കൊണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് ആന്റണി രാജുവിനും സംഘത്തിനും തോന്നുന്നു. അല്ലേ ആന്റണി രാജു? അതെ അതായത് ശ്രീ ജയശങ്കർ പറയുന്നത്, അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഭരണഘടനയിലെ 10-ാം ഷെഡ്യൂൾ 2A പ്രകാരം തൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് പാർട്ടി വിട്ടുപോയതായി തെളിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്തിൽ നിന്ന് അയോഗ്യനാകും. കാരണം അതിനുള്ള തെളിവ് ഏറ്റവും ഒടുവിൽ ശ്രീ PC ജോർജ് തന്നെ സ്പീക്കർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത കത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നെ സ്വയം പാർട്ടി വിട്ടുപോയതായി കണക്കാക്കണമെന്ന്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളും എല്ലാം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതേക്കുറിച്ച് നേരിട്ട് പ്രതികരിക്കുക. ഒന്ന്, ഈ പറയുന്ന സെൽവരാജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ കേട്ട് സ്പീക്കർ അത് സഭയിൽ നിന്ന് രേഖയിൽ നിന്ന് നീക്കം ചെയ്തതാണ്. പിറ്റേ ദിവസം പത്രം വരുമ്പോൾ എന്താണോ സഭയിൽ നിന്ന് നീക്കം ചെയ്തത്, രാജു എബ്രഹാം ആയിരുന്നു അപ്പോൾ ചെയറിൽ നിന്നാണ് ഞാൻ ഇന്ന് വായിച്ചത്. അപ്പോൾ രാജു എബ്രഹാം നീക്കം ചെയ്തതെല്ലാം ഇന്ന് രാവിലെ പത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഒന്നാമത്തെ തകരാർ അവിടെ, അത് പരിശോധിക്കണം. രണ്ടാമത്തേത്, PC ജോർജ് പറഞ്ഞ അതേ മുഴുത്ത തെറി തന്നെ സെൽവരാജും പറയുന്നു. അതും സഭയിലെ തന്നെ മറ്റൊരു വനിതാ അംഗത്തോട് നേരിട്ടുള്ള സംഘടനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ സമാനമായതോ അതിനേക്കാൾ വലുതായോ ഒരു കുറ്റമാണ് ഇവിടെ സെൽവരാജ് ചെയ്തിട്ടുള്ളത്. ആ സെൽവരാജിനെതിരെ പ്രിവിലേജസ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി വരുമ്പോൾ നിങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ, എന്താണോ PC ജോർജിൻ്റെ കാര്യത്തിൽ നിലപാടെടുത്തത് അതേ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നിയമസഭയുടെ അന്തസ്സ് വീഴുമെന്ന കാര്യത്തിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ? നികേഷ്, അവിടെയാണ് അതേ സഭയിൽ വെച്ച് അതേ സമയത്ത് തന്നെ ആ വിഷയം തീർക്കുന്ന രീതിയിലുള്ള സമീപനമുണ്ടായി. പ്രതിപക്ഷമടക്കം അത് പിന്നീട് സഭാ നടപടികളുമായി സഹകരിച്ചു. എങ്ങനെ പറഞ്ഞ ആൾ തന്നെ അത് പിൻവലിക്കുകയും ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കുന്നു. അവിടെ ഇരിക്കുന്ന ആന്റണി രാജു പറഞ്ഞാൽ അത് ഗുരുതരമായ വിഷയം. അതെ, അതാണിപ്പോൾ പ്രതാപൻ പറയുന്നത്. ശെൽവരാജ് ചീത്ത പറഞ്ഞു. ശെൽവരാജ്
അത് സ്പീക്കർ സഭാ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തുകൂടി ആ പ്രശ്നം ഇല്ലാതെ അത് വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനലാണല്ലോ ഈ PC ജോർജിനെ കുഴപ്പത്തിലാക്കിയത്. അത് നിങ്ങളെ ടേപ്പിൽ നിന്ന് മാറ്റി കളഞ്ഞാൽ പ്രശ്നം തീർന്നു പ്രതാപം പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ കുറ്റം പറഞ്ഞ CPM MLA-മാരെയാണ്. ഈ തടിമാടനായ ജയരാജനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ലതികയെ പറ്റി ഇങ്ങനെ പറഞ്ഞില്ല, അപ്പം തന്നെ നല്ല ഇടി വെച്ച് കൊടുക്കട്ടെ. ഇത്രയല്ലേ നടപടി വരുള്ളൂ. ഏറ്റവും കുറഞ്ഞ 3-4 ദിവസത്തേക്ക് സസ്പെൻഷൻ വരും. ഈ തെറി കേട്ടോണ്ട് CPM-കാരെന്തിനാണ് അവിടെ ഇരുന്നത്? ഇവൻ്റെയൊക്കെ കൈക്ക് പടവലങ്ങയാണോ അത് കേട്ടോണ്ടിരിക്കാൻ? നല്ല അടി വെച്ച് കൊടുക്കണ്ട. അപ്പം തന്നെ ദിവസം നടന്ന കാര്യങ്ങളിൽ ചെയർ തീരുമാനമെടുത്ത് വിട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് താങ്കൾക്ക് പരാതി നൽകാൻ കഴിയുക? തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ, ആ സമയത്ത് സ്പീക്കർ അല്ല ചെയർമാനിലുണ്ടായിരുന്നത്, പാനൽ ചെയർമാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്പീക്കർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാർ ഇത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഒരു ക്ഷമാപണം അയാൾ നടത്തിയാൽ മതി, ശെൽവരാജ് നടത്തിയാൽ മതി. ശെൽവരാജ് പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞു കൊടുത്തു. പുരുഷ MLA-മാരെ വനിതാ അംഗങ്ങൾ കടിച്ചു വലിച്ചു കെട്ടിപ്പിടിച്ചു. ഇതിൽ പ്രതിഷേധിച്ച KK ലതികയോട് അവിടെ ഇരിക്കടി എന്ന് നിരവധി തവണ ആവർത്തിച്ചു. ഇതിന്റെ ഭാഗമായി അതൊന്ന് സ്പീക്കർ പിൻവലിച്ചാൽ ഒരു ക്ഷമാപണം അദ്ദേഹം നടത്തണ്ടേ? ക്ഷമാപണം അദ്ദേഹം നടത്തണമെന്ന് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞത് ബോധപൂർവ. കാരണം അദ്ദേഹം ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു, എത്തിക്സിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല സാങ്കേതികമായി. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല ശ്രീ TN പ്രതാപൻ. ശ്രീ AK ബാലൻ പറഞ്ഞ വാക്കുകളാണ് ശ്രീ ശെൽവരാജ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? അത് എത്തിക്സ് കമ്മിറ്റി അങ്ങനെ എന്നൊരു കമ്മിറ്റി പ്രസക്തമാണ് എങ്കിൽ ആ കമ്മിറ്റിയിലേക്ക് പോകേണ്ട പരാമർശങ്ങൾ തന്നെയല്ലേ? അല്ല, ഇതിനകത്ത് ഞാൻ നികേഷ് ഒരു കാര്യം പൊതുവായി പറയാം. ഞാൻ പറഞ്ഞാലും AK ബാലൻ പറഞ്ഞാലും പിന്നെ PC ജോർജ് പറഞ്ഞാലും ശെൽവരാജ് പറഞ്ഞാലും ആര് പറഞ്ഞാലും നിയമസഭ അംഗങ്ങൾ ആയ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ്. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും എനിക്ക് ഓർമ്മയുണ്ട് ശ്രീ TN പ്രതാപൻ, അന്ന് UDF-ൽ ശക്തമായി PC ജോർജ് UDF-ന് വേണ്ടി വാദിക്കുന്ന ഘട്ടത്തിൽ ശ്രീ TN പ്രതാപൻ താങ്കൾ PC ജോർജിനെതിരായിരുന്നു. PC ജോർജിന്റെ പരാമർശങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞയാളായിരുന്നു. സമാനമായ വിധത്തിൽ ഇപ്പോൾ ശ്രീ ശെൽവരാജ് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? ആ നിലയിൽ താങ്കൾക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നികേഷ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കണേക്കാൾ മുമ്പ് നികേഷ് ഇടപെട്ടുകൊണ്ടല്ലേ പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത്. ഞാൻ അതാ പറഞ്ഞത്, ഈ ശെൽവരാജ് പറഞ്ഞ കാര്യത്തിൽ നിയമസഭയിൽ ബഹളമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആ വിഷയം ശെൽവരാജ് പിൻവലിച്ചു. ബഹുമാനായ സ്നേഹിത ശ്രീ AK ബാലൻ രേഖ പരിശോധിക്കട്ടെ. ശെൽവരാജ് പിൻവലിച്ചു. അതോടുകൂടി സ്പീക്കർ സഭയ്ക്കുള്ളിലേക്ക് വന്നു. ഈ AK ബാലൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളെല്ലാവരും ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു. നടുത്തളത്തിലിറങ്ങി ഭരണപക്ഷികളുടെ ബെഞ്ചിനടുത്തേക്ക് വന്നു. ഇതെല്ലാ ബഹളങ്ങളും ഉണ്ടായി. പറയാൻ പറ്റാത്ത വാക്കുകൾ, ശെൽവരാജിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത മോശമായ പരാമർശങ്ങളെല്ലാം നടുത്തളത്തിൽ ഇറങ്ങി ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശെൽവരാജ് അത് പിൻവലിക്കുകയും സ്പീക്കർ രേഖയിൽ നിന്ന് നീക്കം ചെയ്ത് പൂർണ്ണമായും പ്രതിപക്ഷം അത് ഉൾക്കൊണ്ടുകൊണ്ട് സഭാ നടപടികൾ സഹകരിച്ചു. വീണ്ടും പ്രസംഗങ്ങൾ തുടർന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിച്ചതിന് ശേഷമാണല്ലോ സഭ അവസാനം മന്ത്രിയുടെ മറുപടിക്ക് മുമ്പ് പതിവ് പോലെ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പതിവ് പോലെ ചെയ്ത കാര്യം പ്രതിപക്ഷം ചെയ്തത്. അപ്പൊ അതിനകത്ത് എന്താ, സഭയിൽ നടന്ന കാര്യങ്ങളിൽ അവസാനം എടുത്ത തീരുമാനങ്ങൾ പരസ്പരം പറഞ്ഞതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് തീർന്നു എന്ന് തന്നെയാണ് ഈ രേഖകൾ വ്യക്തമാകുന്നത്. ഇത് വേണമെങ്കിൽ ഇനി ഇനിയിപ്പോ ഈ രേഖയിൽ നിന്ന് മാറ്റാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വേറെ രൂപത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ട് മാറ്റണം. ഞാൻ സ്പെസിഫിക് ആയിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കറോട് പറഞ്ഞതാണ് ഒരു ക്ഷമാപണം അദ്ദേഹം നടത്തിയാൽ മതിയെന്ന്. അതിന്റെ അർത്ഥം അദ്ദേഹം ക്ഷമാപണം നടത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ക്ഷമാപണം നടത്തിയെന്നങ്ങ് വിചാരിക്കുക. എന്നാൽ എത്തിക്സ് കമ്മിറ്റിന്റെ മുമ്പാകെ ക്ഷമാപണത്തിന്റെ രൂപത്തിലല്ലേ PC ജോർജ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്? ഞാൻ ഓരോന്ന് വായിക്കാം. PC ജോർജ് പറയുന്നുണ്ട്, അത് വായിക്കണ്ട. PC ജോർജ് പറയുന്നുണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിച്ചതാണ് എന്ന്. അതാ അങ്ങനെയാണ്. പിന്നെ എത്തിക്സ് കമ്മിറ്റി അവിടെ അവിടെ അവസാനിപ്പിക്കണ്ടേ? ശ്രീ ആന്റണി രാജു, മാണിയുടെ പാർട്ടി ഒരു കുന്തവും ചെയ്യില്ല എന്നാണ് PC ജോർജ് പറഞ്ഞത്. 20 വർഷം നിയമമന്ത്രിയായ KM മാണിയെ ജനപ്രാതിനിധ്യ നിയമം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്നാണ്. ആ വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? നികേഷ്, ശ്രീ PC ജോർജിനെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അങ്ങ്. പണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഏതാണ്ട് സമാനമായ വാചകങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ ഒരു കുന്തവും ചെയ്യാൻ പോകുന്നില്ല, എന്നെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റട്ടെ, ഞാൻ കാണിച്ചു തരാം, എന്നെ മാറ്റിയാൽ 2 ആഴ്ചക്കകത്ത് ഗവൺമെൻറ് വീഴും.
എന്നൊക്കെ പറഞ്ഞ് വളരെ ഭീഷണി മുഴക്കി. ഞങ്ങളതൊന്നും ചെവിക്കൊണ്ടില്ല. പക്ഷേ പാർട്ടി തീരുമാനിച്ചു, മുന്നണി തീരുമാനിച്ചു, ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. ഇപ്പോൾ അദ്ദേഹം ചീഫ് വിപ്പ് അല്ലാതായി. 2, പാർട്ടിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വെല്ലുവിളിച്ചു പാർട്ടിയെ, ധൈര്യമുണ്ടെങ്കിൽ എന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് മാറ്റട്ടെ. പക്ഷേ പാർട്ടി യോഗം ചേർന്നു, അദ്ദേഹത്തെ വൈസ് ചെയർമാൻ നിന്ന് മാറ്റി, പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സമാനമായൊരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ശ്രീ ജോർജിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ശ്രീ പി സി ജോർജിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 4 അടിസ്ഥാനത്തിലാണ് ശ്രീ ആന്റണി രാജു പി സി ജോർജിനെ മാറ്റുക? കെ എം മാണിയുടെ തന്നെ സൗണ്ട് ബൈറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ കെ എം മാണി പറയുന്നത് ജോർജ് ACDFന്റെ ഭാഗമാകുന്നതിൽ തെറ്റില്ല, പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ്. അരുവിക്കരയിൽ കുടം ചിഹ്നത്തിൽ പി സി ജോർജ് വോട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതും ശ്രീ ആന്റണി രാജുവിന് അറിയാലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മാറ്റുക? ഞങ്ങൾ ശ്രീ ACDFന്റെ ഭാഗമായതുകൊണ്ട് അല്ലല്ലോ ഞങ്ങൾ മാറ്റിയത്. ACDFനെ കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞത് അതൊരു സാംസ്കാരിക സംഘടനയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന ഒരു മുന്നണി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉണ്ട്. ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അതിനെതിരെയുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക, ഇതെല്ലാം പകൽ പോലെ നമ്മൾ ഈ രാജ്യം കണ്ടതല്ലേ. അപ്പോൾ ഇവിടെ നികേഷ് ഒരു കാര്യമുണ്ട്. 10ാം ഷെഡ്യൂളിൽ 2A-യും B-യും വകുപ്പ് പ്രകാരമാണ് നടപടിയെടുക്കേണ്ടത്. 2A ആണ് ഇവിടെ പ്രസക്തം. തൻ്റെ പ്രവൃത്തി മൂലം സ്വയം പാർട്ടി വിട്ടു പോയതാൽ തെളിഞ്ഞാൽ അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വം അല്ലാതാകും. ഈ കേരളത്തിൽ ഇതുപോലെ സ്വയം പാർട്ടി വിട്ടുപോയതായി തെളിയിക്കാൻ കഴിയുന്ന പ്രവൃത്തി നടത്തിയ മറ്റൊരാൾ കേരള രാഷ്ട്രീയത്തിലുണ്ടെന്ന് ഞങ്ങൾ തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കെ മാണിയുടെ പാർട്ടി മത്സരിച്ചിട്ടില്ല. അവിടെ UDF സ്ഥാനാർത്ഥിയായിരുന്നു പി സി ജോർജ്. ശരിയാണ്, കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പോയിട്ടുണ്ട്. അത് കുറ്റകരമായി കണ്ട് സ്വയം പാർട്ടി വിട്ടു പോയതായി വിലയിരുത്തി അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ കഴിയുമോ? 1. 2, അതിൻ്റെ നടപടിക്രമത്തിന് ഇത്ര സമയം മതിയോ? ഇനി 5-8 മാസമേ ഉള്ളൂ ബാക്കി. ആരോടാണ് ചോദ്യം? ശ്രീ ജയകുമാർ. ഇത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. സ്വമേധയാ പാർട്ടി വിട്ടു പോകുമെന്ന് പറയുമ്പോൾ ഒരാൾ രാജിവെക്കുകയാണെങ്കിൽ അത് വളരെ സ്പഷ്ടമാണ്. അതിന് പിന്നെ വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. അതേസമയം മറ്റാരോപണങ്ങൾ, പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നു, പാർട്ടി വിട്ട് പോയതിന് തുല്യമായ പ്രവർത്തനങ്ങൾ ഒരാളുടെ ഭാഗത്തുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വസ്തുതാപരമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സ്പീക്കർക്ക് വിവേചനമുണ്ട്. എന്നാൽ പോലും ഇതൊരു ക്വാസി ജുഡീഷ്യൽ അധികാരമാണ് സ്പീക്കർ പ്രയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിശദമായ അന്വേഷണം നടത്തണം. ഇരുഭാഗത്തിനും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം നൽകണം, അവർക്ക് ഹാജരാക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരം കൊടുക്കണം. പക്ഷേ ഇതിനൊന്നും അത്രയധികം സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനൊക്കെ സാധിക്കും. അത് ഏതാണ്ട് 1 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 1-1.5 മാസത്തിനുള്ളിലൊക്കെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സ്പീക്കർക്ക് സാധിക്കും. പക്ഷേ സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തിൽ വസ്തുതാപരമായ ഘടകങ്ങളോടൊപ്പം രാഷ്ട്രീയ ഘടകങ്ങളും കൂടി ചേർന്നായിരിക്കും എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, സാങ്കേതികമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും, നിയമപരമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും, സ്പീക്കർ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. സ്പീക്കർ എന്ന സ്ഥാനം തന്നെ ആ സഭയിലെ ഭൂരിപക്ഷ തീരുമാനത്തിന് വിധേയമായിട്ടാണ്. ഇതൊക്കെ കൊണ്ട് രാഷ്ട്രീയ ഘടകങ്ങളും കൂടി ചേർന്നുള്ള തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ AK ബാലൻ, ഒരു സ്പീക്കർ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാം എന്ന് കരുതണ്ട എന്ന് പി സി ജോർജ് ഇന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കാൻ സാധ്യതയെങ്കിൽ LDF എവിടെ നിൽക്കും? അല്ല, ഞങ്ങള് നിയമസഭാ ചട്ടങ്ങളും നിയമസഭയിൽ ഇതുവരെ സ്വീകരിച്ചു പോകുന്ന കീഴ്വഴക്കങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാ ദത്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടുന്നതിന് ഏതാളുമായിട്ടും ഞങ്ങൾ കൂട്ടുചേരും. നിയമസഭക്കകത്ത്, നിയമസഭയ്ക്ക് പുറത്തും. രാഷ്ട്രീയമായി ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസും BJPയുമാണ്. കോൺഗ്രസിനും BJPക്കുമെതിരായി യോജിപ്പിക്കാൻ പറ്റാവുന്ന എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ യോജിപ്പിക്കും. ഞങ്ങളെ പൊളിറ്റിക്കൽ പ്രമേയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾക്ക് അതൊന്നും നിഷിദ്ധമല്ല. ജോർജിനെ പോലെ PC ജോർജിനെ അയോഗ്യനാക്കാൻ പോവുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾക്ക് ഉമ്മൻചാണ്ടി പച്ചക്കൊടി വീശിക്കഴിഞ്ഞിരിക്കുന്നു. ആന്റണി രാജു അത് മൂവ് ചെയ്തിരിക്കുന്നു പാർട്ടിയിൽ. ഇനിയിപ്പോൾ അത് അവരുടെ ചീഫ് വിപ്പ് ഉണ്ണിയാടനാണ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ജയകുമാർ പറഞ്ഞത് വേണമെങ്കിൽ തെളിവെടുപ്പ് അടക്കം വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കിയാൽ അടുത്ത തവണ പൂഞ്ഞാറ്റിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും PC ജോർജിന്. മത്സരിക്കാൻ തടസ്സമില്ല, മത്സരിക്കാം. അല്ല, ഇതില് നിയമപരമായി ജോർജിനെതിരായി ഭരണഘടനാ വിരുദ്ധമായി ചട്ടവിരുദ്ധമായി എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ അത് ജോർജിനെതിരായിട്ട് മാത്രമല്ല, നിയമസഭയിലുള്ള ഒരു മെമ്പർക്ക് നിയമസഭക്കുള്ളിൽ ഈ രൂപത്തിലുള്ള സമീപനമാണ് കാട്ടാൻ പോകുന്നത് എങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശക്തമായി പ്രതികരിക്കും. അക്കാര്യത്തിൽ LDFിൻ്റെ പ്രതീക്ഷ. ഇവിടെ ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പതനമാണ് നമ്മൾ കാണുന്നത്. ജോർജിന് ആരുമില്ലാത്തൊരവസ്ഥ. ജോർജ് ആരായിരുന്നു ഒരു 6 മാസം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ? അല്ല, അതൊക്കെ ആപേക്ഷികമാണ്. ഇതിപ്പോൾ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ജോർജിന് വേണമെങ്കിൽ KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും സ്തുതിഗായകനായിട്ട് തുടരാമായിരുന്നു. ഒരു 6 മാസം മുമ്പുള്ള ബൈറ്റുകൾ എടുത്ത് നോക്കുക. ബാർ കോഴ വന്ന സമയത്ത് തന്നെ ബിജു രമേശിൻ്റെ അന്ന് രോഗാതുരനായി മരണാസന്നനായി കിടന്നിരുന്ന പിതാവിനെക്കുറിച്ച് പോലും ജോർജ് നടത്തിയ ക്ലിപ്പിങ്സ് ഇപ്പോഴും ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത്ര ആക്ഷേപകരമായിട്ടാണ് പറഞ്ഞത്. KM മാണിയെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹം നിലപാട് മാറ്റിയത്. അത് ജോസ് കെ മാണിയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴാണ് ജോർജിന് ഹാലളി. ഇത് ഓർമ്മയുണ്ടല്ലോ. അതുവരെ ജോർജ് KM മാണിക്ക് സപ്പോർട്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. ഒക്ടോബർ 31-ാം തീയതി KM മാണിക്കെതിരെ ബിജു രമേശ് ആദ്യം ആരോപണം ഉന്നയിച്ചത് മുതൽക്ക് കുറേ നാളത്തേക്ക് ഡിസംബർ വരെ, ഡിസംബറിലാണ് ജോസ് കെ മാണി മന്ത്രിയായിട്ട് വരാൻ പോകുന്നു എന്ന ഒരു കിംവദന്തി പ്രചരിച്ചു. അപ്പോഴാണ് ജോർജ് CF തോമസിനെയാണ് മന്ത്രിയാക്കുന്നത് എന്ന രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത് തന്നെയാണ്. എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. എന്തോ ആകട്ടെ, അതുവരെയുള്ള KM മാണിയെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് നിലപാടിലാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ ഗതി വരില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ചീഫ് വിപ്പായിട്ട് തുടരാമായിരുന്നു. ഇനിയിപ്പോൾ അഥവാ കഷ്ടകാലത്തിന് എപ്പോഴെങ്കിലും KM മാണി മന്ത്രിസ്ഥാനത്തേക്കുള്ള ക്ലെയിം പോലും ഉണ്ടായിരുന്നു. ഇതെന്താണ് സന്ദേശം നൽകുന്നത്? അല്ല, ഇതിലിപ്പോൾ സ്പീക്കർക്ക് പരാതി കൊടുക്കുന്നു, സ്പീക്കർ അത് പരിശോധിക്കുന്നു. ശ്രീ ജയകുമാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത് ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷനാണ്. ജഡ്ജിയുടെ ജോലിയാണ് സ്പീക്കർ ചെയ്യേണ്ടത്. കാരണം ചീഫ് വിപ്പ് ലംഘിച്ചിട്ടില്ല. അതേപോലെ പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിൽ അയോഗ്യനായാൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. അദ്ദേഹത്തിന് മന്ത്രിയാകുന്നതിന് തടസ്സമുള്ളൂ. നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിലെ വ്യവസ്ഥയല്ല, ജനപ്രതിനിധി നിയമത്തിലുള്ള വ്യവസ്ഥ വ്യത്യസ്തമാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ശ്രീ ജയകുമാർ താങ്കളും കാണുക. അതായത് 6 വർഷത്തേക്കുള്ള വിലക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായിരിക്കില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറ്റിൽ മത്സരിക്കാം, ഇനി അഥവാ വിലക്കാണെങ്കിൽ തന്നെ. ശ്രീ ജയകുമാർ, ഈ നിയമസഭയിൽ അംഗമായി തുടരുന്നതിന് അയോഗ്യത കൽപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. അല്ലാതെ ഇപ്പോൾ നിയമസഭയിൽ അംഗമായി തുടരുന്നതിന് അയോഗ്യത കൽപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. അല്ലാതെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് 10-ാം പട്ടിക അനുസരിച്ച് കൂടുതൽ കാലത്തേക്ക് മത്സരിക്കുന്നതിൽ വിലക്കാനുള്ള വ്യവസ്ഥ അതിൽ. ശ്രീ ആന്റണി രാജു, അത് ജോർജ് നിസ്സാരമായി വലിച്ചെറിയും. അത് വേണ്ടാത്ത പണിക്ക് പോകണ്ട. 6 കൊല്ലത്തേക്ക് വിലക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമത്തിലാണ്. ജോർജ് ഇതൊക്കെ നിസ്സാരമായിട്ടാണ് വലിച്ചെറിയുന്നതെങ്കിൽ ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ ജോർജ് ഈ പാർട്ടി ആക്ഷേപിക്കുന്ന ജോർജ് MLA സ്ഥാനം, ഈ പാർട്ടി നൽകിയ MLA സ്ഥാനം രാജിവെച്ച് പോയി ധാർമ്മികത തെളിയിക്കാനുള്ള ധൈര്യം ആർജവം ജോർജ് കാണിക്കണ്ടായിരുന്നു. ആദ്യം രാജിവെക്കേണ്ടത് KM മാണിയാണ്. എന്റെ പിന്തുണ കൊണ്ടാണ് KM മാണി ഇന്ന് പാലാ മെമ്പറായി തുടരുന്നത്. 5 പഞ്ചായത്താണ് ജോർജിന്റെ പൂഞ്ഞാറ്റിൽ നിന്ന് പാലായിലേക്ക് പോയത്. അതുകൊണ്ടാണ് മാണി ജയിച്ചത്. അല്ല, ഇതുപോലെ ഒരുപാട് അവകാശവാദം നമ്മൾ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ കേട്ടതാണ്. അതൊക്കെ ജോർജിന്റെ അവകാശവാദങ്ങളും യാഥാർത്ഥ്യവും എന്താണെന്ന് തെളിഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടില്ല നികേഷ്. അതുകൊണ്ട് പാലായിലെ യാഥാർത്ഥ്യമൊന്നും അല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നാൽ മതി. ഈ കാര്യങ്ങൾക്കൊക്കെ ജോർജാണ് മറുപടി പറയേണ്ടത്. എന്നെ കൊണ്ട് സാധിക്കില്ല. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ശ്രീ TN പ്രതാപൻ, ശ്രീ ആന്റണി രാജു, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ NK ജയകുമാർ, AK ബാലൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്.